ഒന്നാമത്തെ വാക്യം മുതൽ നമ്മൾ തീർത്തുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഓരോ വാക്യത്തിനകത്തും 1000 ദൂതുകൾ അടങ്ങിയിരിക്കുമ്പോൾ തന്നെ ആമേൻ, ഇവിടെ 58-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നൊരു വാക്ക് നിങ്ങൾ കേട്ടോ. യേശു അവരോട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിക്കുന്നതിന് മുൻപേ ഞാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ മുകളിലെ ആമേൻ 57-ാമത്തെ വാക്യം പറയുന്നത്, യഹൂദന്മാർ അവനോട് നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം. അതിമനോഹരമല്ലേ? കാരണം കർത്താവിന് 33 വയസ്സായതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകപ്പാടെ 3.5 വർഷം ശുശ്രൂഷ ചെയ്തേ, നിനക്ക് 50 വയസ്സായിട്ടില്ല. പക്ഷെ അബ്രഹാം ആമേൻ നിനക്ക് മുൻപേ ഉള്ളവനാ. ഹല്ലേലൂയ. എങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം. ഉമ്മാക്കി കഥ പറഞ്ഞ് ആമേൻ ദൈവവേലയിൽ നിൽക്കുന്ന, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു ദൈവവൈദ്യനെ തെറ്റിക്കാൻ കഴിയത്തില്ല. കാരണം അഗ്നിക്കകത്ത് നിൽക്കുന്ന 3 ബാലന്മാരുടെ നടുവിൽ ആമേൻ ഇറങ്ങി വന്ന ഒരു ദൈവമാണ് ഈ മീറ്റിങ്ങിനകത്ത് ഇറങ്ങി നിൽക്കുന്നത്. ഞാൻ അത് അനുഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി മറന്നു പോകരുത്, അബ്രഹാമിന് മുൻപേ ആമേൻ, അബ്രഹാം ജനിക്കും മുൻപേ അവിടെ ഒരു യാഗം നടന്നു. ഒരു യാഗം അവിടെ നടന്നു. ആ യാഗം നടന്ന ഒരു മൃഗത്തിന്റെ മേൽ 2 കൊമ്പുണ്ടായിരുന്നു. ആ 2 കൊമ്പ് പിന്നത്തേതില് ആമേൻ അതിൽ ഒരു കൊമ്പ് ലഭിച്ചത് ആമേൻ ഹന്ന എന്ന പ്രവാചകിയുടെ കണ്ണുനീരിൽ ഏലിയുടെ ആലയത്തിനകത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഹന്നയുടെ ഉദരത്തിൽ നിന്ന് ഒരു കുഞ്ഞ് പുറപ്പെട്ടു. അവന്റെ പേരാണ് ശമൂവേൽ. പിന്നത്തേൽ പ്രവാചകനായി അവന്റെ മേൽ ആ കൊമ്പ് ലഭിച്ചു. ആ കൊമ്പിൽ തൈലം നിറച്ച് ആമേൻ പിന്നത്തേതിൽ യാഗങ്ങൾ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അതുവരെ പാത്രത്തിലുള്ള അഭിഷേകമായിരുന്നെങ്കിൽ ആമേൻ ശമൂവേൽ ബാലിന് ശേഷം കൊമ്പുകൾക്കകത്ത് അഭിഷേക തൈലം പുറപ്പെടുവാനിടയായി. മറന്നു പോകരുത്. ഇത് ദൈവമക്കളെ തെറ്റിക്കാൻ വരുന്ന ഉമ്മാക്കി കഥകളോ ബ്ലാക്ക്മെയിലോ അല്ല. ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം, നഗ്നമായി പ്രസവിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ നടുവിൽ ഇന്ന് രാത്രി ആരെങ്കിലും സമർപ്പണത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ സ്വർഗം പറയുന്നു, നിന്നെ ഒരിക്കലും ആർക്കും പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല. ആമേൻ. പ്രായം കൊണ്ട് യേശുവിനെ അളന്നു, നിന്നെയും അളക്കും എന്നെയും അളക്കും. അത് ഈ ലോകത്തിന്റെ സ്വഭാവമാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര വർഷമായി നീ മാനസാന്തരപ്പെട്ടിട്ട്, എത്ര വർഷമായി നീ യേശുവിനെ അറിഞ്ഞിട്ട്, എത്ര വർഷമായി ശുശ്രൂഷ ചെയ്യുന്നു, എത്ര വ്യക്തികളെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്, എത്ര പേരുടെ കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട്. ആമേൻ സ്തോത്രം. എത്ര കൺവെൻഷൻ വേദി പ്രസംഗിച്ചിട്ടുണ്ട്. എത്ര പേരെ നീ സൗഖ്യമാക്കി. ഇതെല്ലാം ഇത് ഇന്ന് തുടങ്ങിയതല്ല. ഇത് പണ്ട് യേശു കർത്താവിന്റെ കാലഘട്ടം മുതലേ ഇത് സംഭവിച്ചു വന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരാത്മികന്റെ ആത്മികത തെളിയിക്കുന്നത് ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് വസ്ത്രത്തിലോ ആമേൻ സ്തോത്രം ആഭരണത്തിലോ മറ്റൊന്നിലുമല്ല കേട്ടോ. ജീവിതം കൊണ്ട് തെളിയിക്കണം ഞാനൊരു ദൈവ പൈതലാണ് എന്നുള്ള കാര്യം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യേശു തെളിയിച്ചു കേട്ടോ. ഇവിടെ യേശു തെളിയിച്ചു. അവിടെ എന്താ യേശു പറഞ്ഞ കാര്യം കണ്ടോ? കേട്ടോ. 58-ാമത്തെ വാക്യത്തിൽ ആമേൻ യേശു പറയാ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിക്കും മുമ്പേ ഞാൻ ഉണ്ടടാ. നിനക്കറിയാമോ, ഞാൻ അബ്രഹാം ജനിക്കും മുമ്പേ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവ ശബ്ദം, ദൈവത്തിന്റെ കോളിംഗ്, ദൈവത്തിന്റെ സാന്നിധ്യം. ആമേൻ സ്തോത്രം. യഹൂദന്മാരാ, വേറെ ആരുമല്ല കേട്ടോ, യഹൂദന്മാരാ യേശുവിന് എന്ത് പറഞ്ഞറിയാമോ? അവന് ഭൂതമുണ്ടെന്ന്. മനസ്സിലായി? സത്യം പറയുന്നവനെ കൊല്ലാൻ നിൽക്കുന്ന ലോകം, സത്യത്തിൽ അവൻ നടക്കുന്നവനെ പരാജയപ്പെടുത്തുവാൻ നിൽക്കുന്ന ലോകം. ഈ ലോകത്തിന്റെ മുൻപിൽ യേശു കർത്താവ് തന്റെ ആമേൻ ശുശ്രൂഷ തെളിയിക്കുവാനിടയായി. നോക്കൂ, ആമേൻ സ്തോത്രം. 59-ാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ കാണുന്നു, അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു. ഇന്ന് രാത്രി വേറെ ആരുമല്ല കേട്ടോ എറിയാൻ കല്ലെടുത്തത്, കർത്താവിന്റെ പിറകെ നടന്ന് അത്ഭുതം കണ്ടവർ, പ്രൈസ് ദി ലോർഡ്, ശുശ്രൂഷ അനുഭവിച്ചവർ. ആമേൻ. സത്യം പറഞ്ഞപ്പോൾ ആമേൻ ഇന്ന് രാത്രി മനസ്സിലാക്കണം. ആമേൻ. ദൈവ പൈതലെ, നിന്നെ കുടുക്കുവാൻ
ആർക്കും കഴിയില്ല. കാരണം നിന്റെ മേൽ ഓടുന്ന രക്തമുണ്ടല്ലോ, അത് കാൽവരിയുടെ കുലമരത്തിൽ കർത്താവ് നിനക്കും എനിക്കും വേണ്ടി ചൊരിഞ്ഞ രക്തമാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലെ ആർക്കും ആമേൻ രക്ഷിക്കപ്പെട്ട ദൈവപൈതലിനെ കുരുക്കാൻ കഴിയില്ല. എന്റെ കർത്താവ് കുരുക്കിനെ അഴിച്ച് പുറത്തു വന്നു എന്ന് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി തെളിയിക്കാം. അപ്പോസ്തലൻ ആമേൻ ആമേൻ ഇവിടെ പറയാ, അപ്പോൾ അവർ അവനെ എറിയുവാൻ എന്ത് ചെയ്തു? കല്ലെടുത്തു. യേശുവോ മറഞ്ഞ് ദേവാലയം വിട്ടുപോയി. ഹല്ലേലൂയ. എല്ലാവരുടെ അടുത്തും നമുക്ക് സംസാരിക്കണ്ട. ആമേൻ, സ്തോത്രം. ആമേൻ. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചിൽ മീറ്റിങ്ങിന് പോയപ്പോ, സൺഡേ ആരാധനയ്ക്ക്, ആമേൻ, ഒരു കർത്തദാസ് എണീറ്റ് നല്ല സാക്ഷ്യത്തിന് ഒരു പാട്ടൊക്കെ പാടി. വാഴ്ത്തത്വം നമ്മുടെ നിക്ഷേപമേ എന്ന് പാടി തുടങ്ങിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിച്ച നന്മയെ പറ്റി പറഞ്ഞു. എന്നാൽ അവര് പറഞ്ഞിരുന്നപ്പോ ബാക്കി ഇരുന്ന് ഒരു ആമേൻ ഒരു 90 വയസ്സായ അമ്മ ചേച്ചി എന്ന് പാടിയത്, നഗ്നനായി വന്നു ലോകത്തിൽ നിന്നു നഗ്നനായി തന്നെ പോകുമേ. കൊള്ളാലോ. അനുഗ്രഹം സാക്ഷി കേട്ടിട്ട് പിറകെയിരുന്ന് പാടിയ പാട്ടാ. അപ്പൊ എനിക്കിത് കേൾക്കണോ, ഇത് ആരാണെന്ന് മനസ്സിലാക്കണമെന്ന് വിചാരിച്ച് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഈ മാതാവിനെ കണ്ടു. ആമേൻ. അത് പാടിയത് ആരെന്ന് അറിയാമോ? അമ്മാവിയാ പാടിയത്. സ്വോത്രം പറഞ്ഞില്ലല്ലോ. അങ്ങനെ നീ അനുഗ്രഹം പ്രാപിക്കണ്ട. അമ്മാവി പാടിയത് മനസ്സിലായോ? നഗ്നനായി വന്നു ലോകത്തിൽ നിന്നു നഗ്നനായി തന്നെ പോകുമേ. അതായത് നീ എന്തൊക്കെ നേടിയാലും നീ ഒന്നും കൊണ്ടുപോകില്ലടി എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ എന്തെങ്കിലും? ആമേൻ. അപ്പോ ആലയത്തിനകത്തും പാരകളുണ്ട്. നല്ലൊരു സാക്ഷ്യം പോലും പറയാൻ വിടത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇത് 2001 സംഭവിച്ചതല്ല. ഇത് 2024 ഡിസംബറിൽ സംഭവിച്ച കാര്യമാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി പറയുന്നത്, യേശു അവിടെ വിട്ടങ്ങ് പോയി. ചിലരൊക്കെ ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആരാധന കഴിഞ്ഞ് നിൽക്കും. എന്താ സംഭവിച്ചത്? നിനക്ക് എന്താ സംഭവിച്ചത്? അത് വേണ്ട. കർത്താവ് അവിടെ വിട്ടങ്ങ് മാറി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തീർന്നില്ല. ആമേൻ 8-ാമത്തെ അധ്യായത്തിന്റെ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, 48-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യോഹന്നാൻ 8:48 ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാർ അവനോട്, നീ ഒരു ശമരിയൻ, നിനക്ക് ഭൂതെന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലയോ എന്ന് പറഞ്ഞു. കണ്ടോ? സത്യം പറയുന്ന യേശുവിന് ഭൂതമുണ്ടെന്ന് പറഞ്ഞാൽ സത്യം, ആമേൻ, പൗലോസ് പറയുന്നത്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. ആമേൻ. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി യേശു കർത്താവ് സത്യം പറഞ്ഞപ്പോൾ എന്താ സത്യം എന്നറിയാം? ഞാൻ ചോദിക്കട്ടെ. ആമേൻ. കർത്താവ് ജനിച്ചത് ആമേൻ പുതിയ നിയമത്തിലാണോ ജനിച്ചത്? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പുതിയ നിയമത്തിലാണ് യേശു ജനിച്ചതെന്ന്? പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവിന്റെ ജനനം നമുക്കറിയാം. ആമേൻ. അവൻ ദാവീദിന്റെ സന്തതിയായി പുറത്തു വന്നു. ആമേൻ. ആമേൻ. ഒരു യാഗമൃഗം ഏദൻ തോട്ടത്തിൽ അവിടെ അറുക്കപ്പെട്ടു. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നഗ്നനായി നിന്ന മനുഷ്യനെ നഗ്നത മാറ്റി ആ മൃഗത്തിന്റെ തോല് അവൻ ഉടുപ്പായി കൊടുത്തു, ഉടുക്കാൻ തുണിയായി കൊടുത്തു. അവിടെ നിന്ന് തുടങ്ങിയത് ജീവൻ കൊടുത്ത യേശുവിന്റെ ശുശ്രൂഷ തുടങ്ങിയത്. തീർന്നോ? തീർന്നില്ല. ആമേൻ. എന്നിട്ട് എന്ത് ചെയ്തു? പബ്ലിക്കായിട്ട്, പ്രൈസ് ദി ലോർഡ്, പബ്ലിക്കായിട്ട് മരത്തിന്റെ മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് എഴുതി പിടിപ്പിച്ച രീതിയിൽ കർത്താവ് തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തു. എന്തെന്നറിയാമോ? ഞാൻ ഇന്നലെ ഈ ഭൂമിയിൽ വന്നവനല്ല, അബ്രഹാമിനെക്കാളും മുൻപ് ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞത് തമാശക്കല്ല പറഞ്ഞത്. അപ്പോൾ സത്യം പറഞ്ഞപ്പോ പറയാ, നിനക്ക് ഭൂതവാ. ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ? ഹല്ലേലൂയ. ഇവിടെ ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും സഭയ്ക്കകത്ത് നിങ്ങളൊന്ന് ഉറച്ച അന്യഭാഷ പറഞ്ഞു നോക്കിയേ. ഒന്ന് അന്യഭാഷ പറഞ്ഞു, അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്ത് ഒന്ന് ആരാധിച്ചു നോക്കി. ഒന്ന് ആരാധിച്ചു നോക്കുമ്പോ ആമേ സ്തോത്രം ആദ്യം ഒന്ന് നോക്കുന്നത്, ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, എല്ലാവരും നോക്കും. കൊള്ളാം, ഇന്നലെ വരെ മിണ്ടാതിരുന്ന് ആരാധിക്കുന്നു.
എന്റെ ദൈവവൈതലെ, ആരെയും നോക്കാനല്ല ആരാധന. ആരാധന ഉണ്ടല്ലോ, എന്നെയും നിന്നെയും വിളിച്ചു വേർതിരിച്ച സ്തോത്ര കർത്താവിനെ ആരാധിക്കാൻ മുഖപക്ഷമില്ലാതെ ആരാധിപ്പാൻ ഒരുത്തൻ നമ്മെ വിളിച്ചു വേർതിരിച്ചെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ദൂത് പറയട്ടെ. ഈ വചനത്തിനകത്തുനിന്ന് യേശു പറയുക, ഞാൻ ഉണ്ട് കേട്ടോ. സ്തോത്രം. എല്ലാവരും ഭൂതമെന്നും ഭ്രാന്തിയെന്നും ഭ്രാന്തനെന്നും മുദ്ര കുത്തുമ്പോൾ ഇന്ന് രാത്രിയിൽ നമുക്കതിന്റെ സ്തോത്രം 51-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 51-ാമത്തെ വാക്യം വായിച്ചേ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. കണ്ടോ, അവിടെ യേശു വചനം കൊണ്ടാ നിന്നത്. ഇന്ന് രാത്രി യേശു പറഞ്ഞ എന്തെന്നറിയാമോ? ഹല്ലേലൂയ, എന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും മരണം കാണില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരണം കാണാതെ ഏലിയാവിനെ നോക്കിക്കേ. അഗ്നിരഥങ്ങളും അഗ്നി കുതിരകളും വന്നിറങ്ങി ഏലിയാവിനെ ഉടലോടെ സ്വർഗത്ത് കൊണ്ടുപോയെന്ന് നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി യേശു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരണം കാണുകയില്ല. മരണം കാണാൻ കൊതിക്കുന്നവരുണ്ട്. നീ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. ആമേൻ. ഒരിക്കൽ പനയെ നോക്കി കുറെ വൃക്ഷങ്ങൾ പറഞ്ഞു, നീ ഇപ്പൊ അടുത്ത ചുഴലിക്കാറ്റിൽ ഇപ്പൊ മുറിഞ്ഞു വീണ കാണാം. പനയുണ്ടല്ലോ, പന, അതിന് ശിഖരങ്ങളൊന്നുമില്ല. യവന്മാര് നിൽക്കുന്ന ശിഖരങ്ങളും ഉണ്ടാ. ഇവിടെ അടിക്കുമ്പോ അടുത്ത ശിഖരം പോയി അടുത്ത മരത്തിൽ കയറി പിടിക്കും. എന്നാൽ പനയെ നോക്കൂ, അത് ഒറ്റ തടിക്കാ പോകുന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പനയെ നോക്കി പറഞ്ഞു, ഇപ്പൊ നീ മറിഞ്ഞു വീഴും. ഇല്ലടാ. കാരണം ഹല്ലേലൂയ, പന എന്ന് പറയുമ്പോഴേ അത് നീതിമാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അവൻ പന പോലെ അവൻ തഴയ്ക്കും. ചിലപ്പോ ഒറ്റപ്പെട്ടായിരിക്കും നിൽക്കുന്നേ. ആമേൻ. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൽ കൂടെ ഞാൻ പറയട്ടെ, ഒരിക്കലും യേശു കർത്താവിനെ പരാജയപ്പെടുത്തുവാൻ പിന്നാലെ വന്നവരുടെ മുൻപിൽ യേശു വചനം കൊണ്ട് അവരെ നേരിട്ടു. ഇന്ന് രാത്രി നമുക്ക് നേരിടാൻ ഒന്നേ ഉള്ളൂ, ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് പറയണം. ശക്തമായിട്ട്. ഇവിടെ അതല്ലേ 58-ാമത്തെ വാക്യം പറഞ്ഞത്. സ്തോത്രം. നിങ്ങൾ പറയുന്നതൊക്കെ കറക്റ്റാ, പക്ഷെ ഞാൻ അബ്രഹാമിന് മുമ്പേ ജീവിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ അബ്രഹാം ഇവിടെ വരും മുമ്പേ, അവർ കാല് കുത്തും മുമ്പേ ഞാൻ ജീവിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മള് പാട്ടൊക്കെ പാടുമ്പോൾ നമ്മൾ പാടാറില്ലേ, അബ്രഹാമിന്റെ ദൈവം അല്ലേ, ഇസ്ഹാക്കിന്റെ ദൈവം. അപ്പോ ആരായിരുന്നു അബ്രഹാമിന്റെ ദൈവം എന്ന് പറയുമ്പോ? അബ്രഹാമിന് മുമ്പേ ഒരു ദൈവം ഉണ്ടായിരുന്നില്ലേ? അപ്പോ കർത്താവ് അപ്പോഴില്ലേ? പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അതിനെ തെളിയിച്ചതാണ് വെളിപ്പാട് പുസ്തകത്തിൽ. തെളിയിച്ചു. ആര് തെളിയിച്ചു? യോഹന്നാൻ തെളിയിച്ചു. പത്മോസ് ദ്വീപിൽ കിടന്ന് കർത്താവ് ഉണ്ടോ എന്ന് തെളിയിച്ചു. ഹല്ലേലൂയ. കർത്താവിനെ തെളിയിച്ച് എഴുതിയ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. ആമേൻ. അപ്പൊ നോക്കൂ, അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം പാടാൻ കാരണം അബ്രഹാമിന്റെ ദൈവമായിരുന്നു. അപ്പോ അബ്രഹാമിന് മുമ്പ് ജനിച്ചവനല്ലേ? ആണോ? ഹല്ലേലൂയ. യേശു പറഞ്ഞത് ശരിയല്ലേ? ആമേൻ. യേശു പറഞ്ഞത് ഞാൻ നിനക്ക് മുൻപേ ജനിച്ചവനാ. വായിക്കാമോ? കൊലോസ്യർ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോ, ആമേൻ, അവിടെ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിനകത്ത് ഒരു ദൂത് അവിടെ ഉണ്ട്. 1:17 എന്ന് വായിക്കും. കൊലോസ്യർ 1:17. ആമേൻ. അവൻ സർവത്തിനും ഒന്നിനല്ല കേട്ടോ, അവൻ സർവത്തിനും മുൻപേ ഉള്ളവൻ. ജനിക്കണമെന്നും എന്ത് മുളയ്ക്കണമെന്നും ചിന്തിക്കാൻ ചിന്തിച്ച് അതിനപ്പുറമോ മുമ്പിൽ വന്നവൻ. ആ ക്യാമറ ഓൺ ചെയ്തവരെല്ലാം കൈയുടെ പടം വെച്ച് ഫ്രണ്ടിൽ വന്ന് എല്ലാവരും ഫ്രണ്ടിൽ വന്നേ. ഒരു കൈയുടെ സിമ്പൽ ഉണ്ടല്ലോ, അത് വെച്ചാൽ അത് എല്ലാവരും ഫ്രണ്ടിൽ വരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇവിടെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അവൻ സർവത്തിനും മുൻപേ ഉള്ളവൻ, അവൻ സകലത്തിനും സ്തോത്രം ആധാരമായിരിക്കുന്നു. ആമേൻ. ആധാരം സകലത്തിനും, അബ്രഹാമിനും മുൻപേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നോഹയ്ക്കും മുൻപേ, ഈ പ്രപഞ്ചത്തിന് മുൻപേ
ഒരുത്തനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ദൈവമാണ് പറയുന്നത്, ഞാൻ അബ്രഹാമിന് മുൻപേ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ആമേൻ. നിങ്ങൾ ചിരിച്ചോണ്ടിരുന്നേ, എനിക്ക് പേടിയാകുന്നു. സ്വോത്രം പറഞ്ഞില്ലല്ലോ. നിങ്ങളൊന്ന് ചിരിച്ചോണ്ടിരുന്നേ. അവൻ അബ്രഹാമിന് മുൻപേ എന്ന് പറഞ്ഞാൽ ഈ ഭൂപരപ്പിൽ അബ്രഹാമിന് മാത്രമല്ല, ഇസഹാക്കിന് മാത്രമല്ല ദൈവം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യോനയ്ക്ക് മാത്രമല്ല ദൈവം. ആമേൻ. സ്തോത്രം. ഹാനോക്കിന് മാത്രമല്ല ദൈവം. ആമേൻ. നോഹയുടെ കാലഘട്ടം പഠിക്കുമ്പോൾ നോഹയുടെ കൂടെ ആമേൻ ദൈവം ഉണ്ടായിരുന്നു. അതല്ലേ പെട്ടകം ഉണ്ടാക്കിയത്? അല്ലേ? അതല്ലേ വെള്ളത്തെ ആമേൻ ആ വെള്ളത്തിന്റെ മേലുള്ള ഇരുളിനെ മാറ്റിയത്? സ്തോത്രം. വെള്ളത്തിന്റെ മേലുള്ള ഇരുളിനെ സ്വർഗം മാറ്റിയ കാര്യം എന്താ? ആമേൻ. ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഞാൻ അബ്രഹാമിന് മുൻപേ ഉള്ളവല്ല. അപ്പോഴാ യേശുവിനോട് പറയാം, നിനക്ക് ഭൂതമാണ്. എന്തെങ്കിലും പറയാൻ പറ്റൂ? യേശുവിനോട് പറയാൻ നിനക്ക് ഭൂതം. അതാണ് കൊലോസ്യരിൽ വന്നപ്പോ ഇവിടെ തെളിയിക്കുക. നോക്കിക്കേ, അവൻ സർവത്തിനും അവൻ മുൻപേ ഉള്ളവൻ. ആ ഭാഗം കീറാതൊന്ന് അടിവരയിട്ട് സൂക്ഷിച്ചു. ഒന്ന് വായിച്ചേ അധ്യായം. ആമേൻ. ഇപ്പൊ വായിച്ച കൊലോസ്യർ ആമേൻ 1:17 ഒന്ന് വായിക്കേ ശക്തമായി. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. സ്തോത്രം. റോസി സിസ്റ്ററെ അതിന്റെ 18ാമത്തെ വാക്യം വായിച്ചേ. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു, സകലത്തിനും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു. കണ്ടോ? ഒരു ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ ആമേൻ മനസ്സുണ്ടോ ഇന്ന് രാത്രി? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി മനസ്സുണ്ടോ ഒരു ആമേൻ പറയാൻ? ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ എന്റെ തമ്പുരാൻ സകലത്തിനും ഉടമസ്ഥനാ. സകലത്തിനും. ഒരു പുൽക്കൊടി ഈ ഭൂമിയിൽ വരണമെങ്കിൽ അതിനും ഉടമസ്ഥനാ. ദൈവത്തെ കൂടാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ദൈവം മുൻപേ ഉള്ളവനാ. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അവിടെ ആമേൻ 19ാം വാക്യം പറഞ്ഞു, അവനാൽ സർവസമ്പൂർണതയും വിശ്വസിപ്പാനും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ വ്യക്തമായി പറയുന്നു, അവൻ സകലത്തിനും മതിയായവൻ. ആമേൻ. സകലത്തിനും. അടുത്തൊരാൾ എടുത്തു വെച്ചോളൂ. എബ്രായ ലേഖനം 13:8. അടുത്തൊരാൾ എടുത്തു വെക്കൂ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. വെളിപ്പാട് 1:8. സ്തോത്രം. നോക്കിക്കേ, സകലത്തിനും മതിയായവൻ. ആമേൻ. അടുത്ത് ഇപ്പൊ വായിച്ച ആമേൻ അദ്ദേഹം തന്നെ അതിന് 20ാമത്തെ വാക്ക് കൂടെ വായിച്ച് നമുക്ക് അടുത്ത് അദ്ദേഹത്തിലേക്ക് പോവാം. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. കണ്ടോ? എന്തെങ്കിലും മനസ്സിലായോ? ആമേൻ. മുൻ നിർമ്മിക്കപ്പെട്ട ദൈവജനമേ, യേശുവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുമ്പോ ശ്രദ്ധിക്കണം, നമ്മുടെ വായ്ത്തത്വം കൂടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഉറക്കൊഴിഞ്ഞൊക്കെ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? ക്രിസ്തുവിന് വേണ്ടി നമ്മൾ കഷ്ടത ആമേൻ സ്തോത്രം ആമേൻ നമ്മൾ അനുഭവിക്കുന്നെങ്കിൽ അതിന്റെ ആമേൻ അപ്പുറം എന്ന് പറഞ്ഞാൽ ആമേൻ പ്രൊഫസർ വായിച്ച് ആമേൻ പ്രൈസ് ദി ലോർഡ് 13ാമത്തെ എബ്രായ 13:8 വായിച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. കണ്ടോ? യേശുക്രിസ്തു ഇന്നും ഇന്നലെയും അനന്യൻ തന്നെ എന്ന് പറഞ്ഞാൽ പണ്ട് ആദ്യം മുതൽ. അതല്ലേ പറഞ്ഞേ? ആദിങ്കൽ കൈപ്പാണേലും അന്ത്യമോ മധുരമെത്രേ. ആദിങ്കൽ കൈപ്പാണേലും അന്ത്യമോ മധുരമെത്രേ. വരവരമേശ വരമരുളേണം, നീ എത്രേ എന്റെ രക്ഷാദാനം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യ ഉണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ലിൻഡ ഒരു വാക്യം എടുത്തു വെച്ചേ. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് 1:8 ലിൻഡ എടുത്തു വെച്ചേ. ലിറ്റി പുറപ്പാട് പുസ്തകം 3:14 എടുത്തു വെച്ചേ. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ദൈവത്തിന് ഇന്ന് രാത്രി നമ്മോട് ഇടപെടുവാനുണ്ട്. ഇവിടെ പറഞ്ഞോട്ടോ, യേശു പറയുക, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു,
അബ്രഹാം ജനിക്കുന്നതിന് മുൻപേ ഞാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേ 59 വാക്യം പറയുന്നു. ആമേ നമ്മൾ വായിച്ചത് ആമേ യോനാ സുവിശേഷം 8:58-59 പറയുന്നു. അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ 2 പ്രാവശ്യം കല്ലെടുത്തു. ഒന്ന്, വ്യഭിചാര കുറ്റത്തിൽ പിടിച്ചുകൊണ്ടുവന്ന സ്ത്രീയെ കല്ലെറിയുവാൻ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് കല്ലെറിയാൻ പിടിച്ചുകൊണ്ട് നിർത്തുമ്പോൾ അവിടെ ആ സ്ത്രീയെ കർത്താവ് സിമ്പിളായിട്ട് പിടിച്ചെടുക്കുക. 1-ാമത്തെ വാക്യം മുതൽ 12-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശു വിടുവിച്ചത് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ശേഷം നമ്മൾ പഠിച്ചു വരുമ്പോൾ 59-ാമത്തെ വാക്യം പറയുന്നു, അപ്പോൾ അവനെ എറിയുവാൻ കല്ലെടുത്തു. കല്ല് പോയിട്ടില്ല, ഒരു കൂമ്പാരമായി കിടക്കുകയാണ് അവിടെ. ഒരു കൂമ്പാരമായി ഒരു 2, 3, 4 ലോഡ് സ്റ്റോണുകളായി കൊണ്ടുപോകാൻ അവിടെ കിടപ്പുണ്ട്. എന്തെന്നറിയാമോ? ഇനി അടുത്തും ഒരുത്തനെ എറിയാനുണ്ട്. ഇന്ന് രാത്രി ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് എന്നോട് പറയുന്ന ചില ആലോചനകൾ കേൾക്കൂ. ഇന്നെ എറിയാൻ കല്ലെടുത്ത് അവർ നോക്കി നിൽക്കുമ്പോൾ തന്നെ യേശു അവിടെ വിട്ടുപോകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പിടിച്ചുകൊണ്ട് വന്നവരെല്ലാം ഇവളുമായി ശയിച്ചവരാണ് പിടിച്ചുകൊണ്ടുവന്നത്. എന്നാൽ അബ്രഹാം മുതൽ അല്ലെങ്കിൽ മോശയുടെ കാലഘട്ടം മുതൽ ഒരു നിയമം നിൽപ്പുണ്ട്, കല്ലെറിഞ്ഞ് കൊല്ലണം. പ്രൈസ് ദി ലോർഡ്. ആ നിയമം ഇപ്പോഴും നിൽപ്പുണ്ട്. സൗദി അറേബ്യയിൽ നടു റോട്ടിക്കൊണ്ട് നിർത്തിയിട്ട് പരസ്യമായി തലയെ വെട്ടിക്കളയുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ, ഗൾഫ് കൺട്രീസിൽ ഏറ്റവും നല്ല രാജ്യമാണ് സൗദി അറേബ്യ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ അവനെ ആ പാപം ചെയ്ത എന്തുകൊണ്ടാണ് പാപത്തിന് തക്ക ശിക്ഷ വിധിക്കുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് സൗദി അറേബ്യ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാ? ഇന്ന് രാത്രിയിൽ ആ വാക്യത്തിലേക്ക് നമ്മൾ വരപ്പെടുമ്പോൾ സ്തോത്രം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. വെളിപ്പാട് 1:8. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. കണ്ടോ? അവൻ ആൽഫയും ഒമേഗയുമായിരിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. ദൈവപൈതലേ, ആമേൻ. അവൻ അനന്യനാണ്. അവൻ എവിടെയോ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിരിപ്പുണ്ട്. നിങ്ങൾ എത്ര ദൂരെയായിരുന്നാലേ, എവിടെയായിരുന്നാലും ഈ ശബ്ദം നിങ്ങളുടെ വീട്ടിനകത്ത് മുഴങ്ങുന്നെങ്കിൽ ശ്രദ്ധിക്കൂ. ഇന്ന് രാത്രി ചിലതിനെ ദൈവം പുറത്തു കൊണ്ടുവരുന്ന രാത്രിയാ. ഹല്ലേലൂയ. നിന്റെ മേൽ ഭൂതമെന്നും നിന്നെ പരിഹസിച്ച, നിന്നെ മാറ്റി നിർത്തിയ, നിന്നെ ഒറ്റപ്പെടുത്തിയ, നിന്നെ കുറ്റപ്പെടുത്തിയ, സമൂഹത്തിൽ ഒരു വിലയും തരാതെ നിന്നെ മാറ്റി നിർത്തിയ അവരുടെ മുൻപിൽ സ്വർഗം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ സമയമായി. അതുകൊണ്ട് ഈ നാളുകളിൽ നീ പ്രാർത്ഥിക്ക്. തമ്പുരാൻ നിന്നെ പുറത്തു കൊണ്ടുവരും. അവന്റെ പേരാ ഇവിടെ വായിച്ചു കേട്ടത്. അവൻ ആൽഫയാണ്. ആമേൻ. അൽഫാമയല്ല കേട്ടോ, അത് കടയിൽ കയറി കഴിക്കുന്ന സാധനമാ. മമ്മി എനിക്ക് അൽഫാമ വേണം. ഞാൻ ഈ പേര് കേൾക്കുന്നത് തന്നെ ഇതിപ്പോ ഞാൻ ഇത് പഠിച്ചത് തന്നെ വളരെ ബന്ധപ്പെട്ടാണ്. അൽഫാമ. പിന്നെ ഒരു സാധനം കുഴിമത്തി. ഒരു കോഴിയുടെ പേര് നിങ്ങൾക്ക് അറിയാമോ? എന്തുമാത്രം പേരാ ഒരു കോഴിക്ക്. ഇപ്പൊ ലിറ്റിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ലിറ്റി പറയും, പാസ് കോഴിയുടെ ഇറച്ചിയുടെ വില അല്ലെങ്കിൽ വിലയെക്കാളും വലുതാണ് പേര്. ചിക്കൻ ഒലത്തിയത്, ചിക്കൻ ഫ്രൈ, ചിക്കൻ തന്തൂരി, ചിക്കൻ അത്, എന്തെല്ലാം പേര്. കോഴിയെ ജയിച്ചാലും മതിയായിരുന്നല്ലേ എല്ലാം പേര്. ആമേൻ. ഒരു പ്ലേറ്റ് മുമ്പ് മസാല മാത്രമേ മാറുന്നുള്ളൂ, ഇറച്ചിക്ക് മാറ്റമില്ല. ഇതെല്ലാം കൊണ്ട് നടന്ന് വാരി തിന്നിട്ട് രാവിലെ സൂര്യ ഉദിക്കുന്നുമ്പേ നടക്കുകയാണ്. അൽഫാമയല്ല ഇത് ആൽഫയായ ദൈവം, ഒമേഗയായ ദൈവം. ആമേൻ. ആദ്യനും അന്ത്യനുമായവൻ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നിന്റെ ആവശ്യങ്ങൾക്ക്
അതിനപ്പുറം അവൻ മതിയായ ദൈവം, നിന്റെ ആവശ്യത്തെക്കാൾ മതിയായ ദൈവം. ആമേൻ. നിങ്ങൾ എപ്പോഴും കാണുന്നത് പോലെ എഴുതി വെക്ക്, യഹോവയായ ദൈവം, ദൈവം എനിക്ക് അധികം മതിയായവൻ, എന്റെ ആവശ്യത്തെക്കാൾ അവൻ മതിയായവൻ, എന്റെ രോഗത്തെക്കാൾ അവൻ മതിയായവൻ, എന്റെ കടഭാരത്തെക്കാൾ അവൻ മതിയായവൻ, എന്റെ സകലത്തെക്കാൾ അവൻ മതിയായവൻ, എന്റെ ആരോഗ്യത്തെക്കാൾ അവൻ മതിയായവൻ, എന്റെ സൗന്ദര്യത്തെക്കാൾ അവൻ മതിയായവൻ, എന്റെ ക്വാളിഫിക്കേഷനേക്കാൾ അവൻ മതിയായവൻ, എന്റെ ഡിഗ്രിയേക്കാൾ അവൻ മതിയായവൻ. അതിന്റെ അർത്ഥം അവൻ ആൽഫയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പുറപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 3:14 വായിച്ചേ. സ്തോത്രം. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണമെന്ന് കൽപ്പിച്ചു. കണ്ടോ? ഞാനാകുന്നവൻ, ഞാനല്ലാതെ ഒരു ദൈവം ഈ ഭൂമിയിൽ ഇല്ല, ഇനി ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാനാകുന്നവൻ ഞാൻ തന്നെ, അതിനപ്പുറം വേറെ ഒരുത്തനില്ല. നമ്മുടെ ആവശ്യം ബോധിപ്പിക്കാൻ ആ ഒരു പാദപീഠമേ ഉള്ളൂ, മുഴങ്കാൽ മടക്കുവാൻ അവന്റെ സന്നിധിയേ ഉള്ളൂ. ഓമന സിസ്റ്റർ എടുത്തു വെച്ചോ, 8-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യം. യോഹന്നാൻ നോക്കിക്കേ, ഇന്ന് രാത്രി യോഹന്നാൻ 8:29 നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്തൊരു ദൂത് കിടപ്പുണ്ട്. എന്താ ദൂത്? സ്തോത്രം. ഒന്ന് വായിച്ചേ. 8:29 പറയുന്നത് എന്നെ അയച്ചവൻ. വായിച്ചേ ഓമന സിസ്റ്റർ. 8:29 വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. അടുത്ത സാനി സിസ്റ്റർ 4:34 എടുത്തു വെച്ചേ. പെട്ടെന്ന് വായിച്ചേ. എടുത്തില്ലേ? അപ്പൊ ഞാൻ തന്നെ പറയാല്ലേ. ആമേൻ. സ്തോത്രം. എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്തത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക, യേശു കർത്താവ് പറഞ്ഞ വാക്ക. ആമേൻ. സ്തോത്രം. ആമേൻ. ഞാൻ പറഞ്ഞ ദൈവ പൈതലേ, രക്ഷിക്കപ്പെട്ട ദൈവം, സ്നാനപ്പെട്ടൊരു ദൈവ പൈതൽ ഒരിക്കലും ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ യേശു ഉണ്ട്. റോസി സിസ്റ്ററെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ കർത്താവുണ്ടെന്നേ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറയും ഒറ്റപ്പെട്ടല്ലോ, ഇല്ല. ആമേൻ. പറഞ്ഞവരെല്ലാം ഇരിക്കുമ്പോ, ആമേൻ, അങ്ങനെ പറഞ്ഞവരെല്ലാം ഇരിക്കുമ്പോ നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ആമേൻ. പ്രൊഫസറെ, ഒറ്റയ്ക്കല്ലെന്ന്. ദൈവദേശത്ത് നിങ്ങളെ കണ്ടിരിക്കുക കർത്താവിന് വേണ്ടി. ഓമന സിസ്റ്ററെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ദൈവം നിങ്ങളെ കണ്ടിരിക്കുക കർത്താവിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരെങ്കിലും ഒറ്റപ്പെട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പലരും പറയാറുണ്ട്, വാസേ നിങ്ങൾ എങ്ങനെ കർത്താവ് ഉണ്ടെങ്കിൽ എങ്ങനെ തമ്പുരാൻ നമ്മുടെ കൂടെ ആൽഫയായും ഓമേഗയായും നമ്മുടെ മധ്യേ കടന്നു വരുന്നില്ലേ? ഹല്ലേലൂയ. സ്തോത്രം. യോഹന്നാൻ 4:34 സാനി സിസ്റ്റർ വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന്. ഉണ്ടോ? സാനി സിസ്റ്റർ ഉണ്ടോ? യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി ചെയ്യുന്നത് തന്നെ എന്റെ ആഹാരം. യേശു പറഞ്ഞ വാക്ക്. ആമേൻ. യേശു പറഞ്ഞ വാക്ക് വളരെ അത്ഭുതകരമായ കണ്ടോ? അവിടെ എന്താ വായിച്ചെന്നറിയാമോ? 34-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ യേശു പറയുന്നത്, ആമേൻ സ്തോത്രം, കർത്താവിനെ അയച്ച ഒരു പിതാവുണ്ട് ഈ ഭൂമിയിൽ. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കേണ്ടതിന് തന്നെ എന്റെ ആഹാരം. അപ്പോ ഹല്ലേലൂയ, നമ്മുടെ ആഹാരം ഒരാളിനെ നിത്യതയിലേക്ക് നടത്തണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരാളിനെ നിത്യതയിലേക്ക് നടത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ പുറമേ ഉള്ള ബോഡിക്ക് ഒരു പ്രൊട്ടക്റ്റ് ആണ്. നിങ്ങൾ ചോറ് കഴിക്കുന്നവരെ, ഒരു ദിവസം ഉച്ചയ്ക്ക് ചോറ് കഴിക്കാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും കഴിച്ചു നോക്കി. ചോറ് കഴിക്കാതെ കുറച്ച് കഴിയുമ്പോൾ കാലും കൈയൊക്കെ വിറയിൽ തുടങ്ങും. കാരണം ആമേൻ, അത് എത്തേണ്ട സ്ഥലത്ത് അത് ഈ ശരീരത്തെ ഒന്ന് നിലനിർത്തുന്ന സാധനം. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, യേശു പറയുന്നുണ്ടോ, എനിക്ക് ചിലത് തികയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് തികച്ചെങ്കിൽ മാത്രമേ, അതാണ് എന്റെ ആഹാരം.
പ്രൈസ്. അങ്ങനെ പറയാൻ പറ്റുമോ ഇന്ന് രാത്രി? ആമേൻ. കർത്താവിനെ ഏൽപ്പിച്ചത് തികയ്ക്കാൻ. ആമേൻ. സ്തോത്രം. എല്ലാവരും തീരുമാനം എടുക്കാറുണ്ട്. ഡിസംബർ 25 അതായത് ഈ ന്യൂ ഇയറിന് അല്പം മുമ്പേ ഒരാഴ്ച കിടക്കുമ്പോ തീരുമാനം, കേക്ക് മുറിക്കുമ്പോഴേ പറയും, കർത്താവ് അടുത്ത കേക്ക് മുറിക്കും മുമ്പേ, അടുത്ത ഡിസംബറിൽ കേക്ക് മുറിക്കും മുമ്പേ ഞാൻ ഇത്ര പേരെയും കൊണ്ട് പള്ളിയിൽ പോകും. എന്താ, കേക്കും തികച്ചു, മുറിച്ച കത്തിയും പോയി, എന്നിട്ട് പോലും അതേപോലെ ഇരിക്കുക, കത്തി പോലും കഴി വെച്ചിട്ട് തുരുമ്പെടുത്തു. സ്തോത്രം. എന്നാൽ യേശു പറയുന്നത് അതല്ല എന്റെ ആഹാരം, എന്നെ അയച്ചവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. പ്രൈസ് ദി ലോർഡ്. അതാ ഇവിടെ പറഞ്ഞത്. ഇതാ യേശു പറഞ്ഞ കാര്യമായി ഇവിടെ പറയുന്നത്. യേശു പറയുക, ആമേൻ ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിക്കും മുൻപേ ഞാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പറയാൻ പറ്റുമോ? കർത്താവിനൊന്ന് വരച്ച് കാണിക്കാൻ പറ്റുമോ? എന്ന രാത്രിയിൽ പ്രൈസ് ദി ലോർഡ് കർത്താവിനൊന്ന് വരച്ച് കാണിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തി ഈ 21 അധ്യായത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയിനകത്ത് വെളിപ്പെടുമ്പോൾ, ഓക്കെ, ആമേൻ, ഇതിനകത്തുള്ള പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ ഇതിലെ താക്കോൽ പദം എന്ന് പറയുന്നത്, താക്കോൽ വാക്യം എന്ന് പറയുന്നത് 1-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം മുതൽ അതിന്റെ 18-ാമത്തെ 13-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ താക്കോൽ കാര്യങ്ങൾ കാണാൻ കഴിയും. പക്ഷേ ദൈവാത്മാവിന്റെ രാത്രി പറയുന്നത്, ദൈവവൈദ്യലെ ഇതിനകത്തുള്ള ചോദ്യങ്ങൾ ആകെ 167 ചോദ്യങ്ങൾ ഈ 21 അധ്യായത്തിനകത്ത് ഇത് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആ ചോദ്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് യേശു ആകെ താക്കോൽ അധ്യായം എന്ന് പറയുന്നത് സ്തോത്രം 3-ാമത്തെ അധ്യായമാണ്. ഈ പുസ്തകത്തിലെ താക്കോൽ അധ്യായം 3-ാമത്തെ അധ്യായമാണ്. എന്നാൽ യേശുവിന് പറയാൻ പറ്റും, ഇന്ന് രാത്രി ദൈവത്തിന്റെ മുൻപിലിരിക്കുന്ന ദൈവവൈതലെ നീ പറയണം, എന്റെ കർത്താവ് അറിയാതെ ഒരു പുൽക്കൊടി പോലും ഈ ഭൂമിയിൽ മുളയ്ക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാൻ 11:9. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരാളിന് വായിക്കാമോ? 11:9. ഒരാൾ വായിക്കും. ആമേൻ. സ്തോത്രം. അടുത്ത റോമർക്ക് ലേഖനം 13:12 ഒരാൾ വായിക്കും. പെട്ടെന്ന് പ്രൈസ് ദി ലോർഡ്. അതിന് യേശു പകലിന് 12 മണി നേരം ഇല്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല. ഈ പകലിന്, അതിന് യേശു പറയുക, ഈ പകലിന് 12 മണി നേരമില്ലയോ? ഈ 12 മണി നേരം എന്ന് പറയുമ്പോ രാവിലെ ആണ് ഉദ്ദേശിക്കുന്നത്, വൈകുന്നേരമാണോ ഉദ്ദേശിക്കുന്നത്? കർത്താവിന് എന്തെങ്കിലും തെറ്റുപറ്റാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്. 12 മണി നേരമില്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുകയില്ല. അപ്പോ കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ ജീവന്റെ വെളിച്ചമാകുന്നു. അല്ലേ, ഞാൻ തന്നെ വെളിച്ചം, ഞാൻ വഴിയും സത്യവുമാകുന്നു എന്ന് കർത്താവ് തന്നെ പറയും. അല്ലേ? അപ്പോ ഈ വെളിച്ചം നമ്മൾ ആദ്യം ചിന്തിച്ച ഒരു വാക്യമാണ് നമ്മൾ ചിന്തിച്ചത്, അല്ലേ? 1-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം, 1-ാം അധ്യായത്തിന്റെ 9 പറഞ്ഞ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന, അല്ലെ? 1:9 ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന നിത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നു. ആമേൻ. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട് ഇവിടെ പറയുന്നത്. ആമേൻ. അതിന് യേശു പകൽ 12 മണി നേരമില്ലയോ? പകൽ നടക്കുന്നവർ ഒരിക്കലും ഇരുട്ട് തപ്പത്തില്ല. പകൽ വെളിച്ചമുള്ള സമയമാണ്, വെളിച്ചമുള്ള സമയം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വെളിച്ചത്തെ നടക്കുന്നവൻ ഇന്ന് രാത്രിയില് നമ്മുടെ മുൻപിൽ ദൈവം വച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട സമയമാണ്, ഭയങ്കര വിലയുള്ള സമയമാണ്. നോക്കിയേ, അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോ അതിനകത്ത് യേശു ഒരു കാര്യം പറയുന്നു. വായിച്ചാട്ടെ. വായിച്ചാട്ടെ 10-ാമത്തെ വാക്യം. വായിച്ചാട്ടെ 10-ാമത്തെ വാക്യം 11:10. അവിടെ ഇങ്ങനെ പറഞ്ഞു, രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചം ഇല്ലായ കൊണ്ട് ഇടറുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ രാത്രിയിലും നടക്കും ജനം. സ്തോത്രം. യേശു പകലിനെ കുറിച്ചും രാത്രിയെ കുറിച്ചും പറഞ്ഞു. രാത്രി വെളിച്ചമുണ്ട്, പകൽ വെളിച്ചമുണ്ട്, രാത്രി ഇരുട്ടാണ്. ചിലപ്പോ ഇടറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ അത് നേരെ നിങ്ങൾ രാഹാബിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരിക. രാഹാബിന്റെ വീട്. ആമേൻ.
യെരിഹോവിലിരിക്കുന്ന രാഹാബിന്റെ ഭവനം എന്ന് പറയുന്നത് ഒരിക്കലും ലൈറ്റ് അണയാത്ത ഒരു വീടുണ്ടെങ്കിൽ യെരിഹോവിൽ അവളെ വീട്. ആമേൻ. രാഹാബ് എന്ന ആമേൻ സ്ത്രീയെ എന്തുകൊണ്ട് അവളുടെ പേര് വേദവസ്തു കൊണ്ടുവന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോശുവയുടെയും യോശുവ എന്ന പുരോഹിതനെ, കാലേബ് എന്ന പുരോഹിതനെ, സ്തോത്രം, രാഹാബ് എന്ന സ്ത്രീയുടെ വീട്ടിൽ കയറ്റി അവൾ ആ കിളിവാതിൽ കൂടെ പട്ടണത്തിന്റെ ആ എൻട്രൻസ് കടത്തിവിട്ടത് രാഹാബ് എന്ന സ്ത്രീയാ. എന്നാൽ യെരിഹോവിനകത്ത് ഈ യോശുവയുടെ കരം ഇറങ്ങി വന്ന് തന്റെ ജനം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ പട്ടണത്തെ ഇടിച്ചു കളയാൻ പറഞ്ഞപ്പോൾ രാഹാബിന്റെ ഭവനം മാത്രം നിർത്തിയിട്ട് ബാക്കിയെല്ലാം ഇടിച്ചു കളഞ്ഞു. എനിക്ക് നിങ്ങൾക്ക് പറയാൻ 100 കാര്യമുണ്ടാകും. രാഹാബ് വേശ്യയായ സ്ത്രീയല്ലേ, അവൾ ശരീരം വിറ്റ് ജീവിക്കുന്നവളല്ലേ, പക്ഷേ അവൾ ഒരു കാര്യം ചെയ്തു. എന്താ കാര്യം എന്നറിയാമോ? സ്തോത്രം, അവളുടെ വീടിന്റെ വാതിൽ തുറന്നു കിടന്നു. ഇവർ ഓടിച്ചെന്നത് ആ വീട്ടിനകത്തേക്ക്. അവൾ അവരെ കണ്ടപ്പോൾ ദൈവ ഭക്തന്മാരെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അന്ന് രൂപാന്തരപ്പെട്ടു. ശബരമരകതുരി അതുരകരകതനാകര. ഇന്ന് രാത്രിയിൽ സ്തോത്രം, ഇരുട്ടത്ത് നടന്ന കാമൻ നീ തട്ടി വീഴേണ്ട കാര്യമില്ല. നിന്റെ ജീവിതത്തിനകത്ത് ഒരുത്തൻ എൻട്രൻസ് ആയി നിൽപ്പുണ്ട്. അതാ യേശു യോഹന്നാൻ 10 പറയുന്നു, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം. എന്നിലൂടെ കടക്കുന്നവൻ അവൻ മേച്ചിൽപ്പുറം കണ്ടെത്തും. എന്നിലൂടെ കടക്കുന്നവൻ, എന്നാൽ കള്ളൻ വരുന്നതോ അവൻ മോട്ടിപ്പാനും മൂടിപ്പാനും അത്രേ. അവൻ ഊടുവഴി കൂടെ കടക്കുന്നു, എന്നാൽ ദൈവജനം കടക്കുന്നതോ മെയിൻ എൻട്രൻസിൽ കൂടെ കടക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു പറയുന്നു, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ചെയ്യുന്നവനെ ഞാൻ ഒരിക്കലും മറക്കുന്ന ദൈവമല്ല. കേട്ടോ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. കേട്ടോ, നോക്കിക്കേ, അടുത്ത് നമ്മൾ വായിക്കുന്ന അധ്യായം ശ്രദ്ധിച്ച്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. റോമർക്ക് ലേഖനം 13-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് എല്ലാവരും പകൽ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. ഒന്നുകൂടെ ആമേൻ. മാതാവേ, ഒന്നുകൂടെ വാക്യം വായിക്കാമോ? രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കുക. മതി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സ്തോത്രം, അപ്പോസ്തലനായ പൗലോസ് 13-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യവും 13-ാമത്തെ വാക്യവും ഇവിടെ ആന്റി വായിച്ചു കഴിഞ്ഞു. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് രാത്രി കഴിവാറായി. അതുപോലെ തന്നെ യെശയ്യാപ്രവാചകൻ പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിച്ചേ, വാക്യം എടുക്കുന്നില്ല. അവിടെ പറയുന്നത്, കാവൽക്കാരാ കാവൽക്കാരാ, രാത്രി എന്തായി? രാത്രി കഴിയാറായോ, പകൽ അടുക്കാറായോ എന്നൊരു ശബ്ദം നിന്ന് ഉയരുന്നു. അവിടെയും രാത്രിയാ നമ്മൾ പേടിക്കുന്നതല്ലേ. ഇപ്പൊ രാത്രിയാണ് കള്ളന്മാർ വരുന്നത്, രാത്രിയാണ് നമ്മെ തകർക്കാൻ വരുന്നത്. രാത്രി നമ്മൾ വാതിലെല്ലാം അടച്ചു കുറ്റിടാറുണ്ട്. രാത്രി നമ്മൾ സ്തോത്രം വേണ്ടിയിടത്തെല്ലാം ലൈറ്റ് ഇടാറുണ്ട്. രാത്രി എല്ലാ വാതിലും അടച്ചാലും ഒരു ക്യാമറ തെളിഞ്ഞുകൊണ്ടേയിരിക്കും. സ്തോത്രം 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 എന്ന് രാത്രി അത് ഏതാ ക്യാമറ? സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണ് തന്നെ പ്രിയം വച്ചിരിക്കുന്ന, തന്നെ കണ്ടെത്തിയിരിക്കുന്ന, തന്നെ കാത്തിരിക്കുന്ന, തനിക്ക് വേണ്ടി സമയം വേർതിരിക്കുന്ന, തനിക്ക് വേണ്ടി പ്രത്യാശിക്കുന്ന, തനിക്ക് വേണ്ടി രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി കരം കോർക്കുന്ന ഒരു കൂട്ടം പേർക്ക് വേണ്ടി തന്റെ തൃക്കൺ നോക്കി അവർക്ക് വേണ്ടിയുള്ളത് കൊടുക്കുന്ന ഒരു രാത്രിയാണ് ഇന്ന് രാത്രി. നിനക്ക് വേണ്ടിയുള്ളത് നിന്റെ കുടുംബത്തിനകത്ത് കൊണ്ട് തരുവാൻ എന്റെ സ്വർഗം സർവശക്തനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് രാത്രി കണ്ടോ, പകൽ കഴിയാറായോ, രാത്രി കഴിയാറായോ. സ്തോത്രം പറയുന്നു. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഇരുട്ടിന്റെ പ്രവർത്തികളെ വച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർക്കം ധരിച്ചുകൊള്ളുക. വെളിച്ചത്തിന്റെ ആയുധവർക്കം, വെളിച്ചത്തിന്റെ ആയുധവർക്കം. പ്രൈസ് ദി ലോർഡ്. രാത്രിയുടെ കള.
ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിനകത്ത് നമ്മൾ മുട്ടയും പുഴുങ്ങി ബിരിയാണിയും ആമേൻ കൊടുത്ത് വളർത്തുന്ന പട്ടിയുണ്ടല്ലോ, അത് വീട്ടിനകത്ത് മാത്രമാണ്. നീ പുറത്തു പോകുമ്പോൾ നിന്നെ കാക്കുന്നത് എന്റെ കർത്താവാണ്. അവൻ വീട്ടിനകത്ത് വരുമ്പോൾ നിന്നെ കാക്കുന്നത് സ്വർഗമാണ്. അതാണ് വചനം പറയുന്നത്. നീ പകൽ പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, നീ അവൻ അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്റെ ജനം എവിടെ പോയാലും അവരെ പരിപാലിക്കുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര പേർക്ക് ആമേൻ പ്രസിദ്ധീകരിക്കാൻ പറ്റും? ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ടെന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കർത്താവ് വേണ്ടി ചെയ്യുന്ന ഒരു ചെറുവിരലെങ്കിലും അനക്കിയാൽ ഒരിക്കലും മറക്കാത്ത ഒരു മനുഷ്യനുണ്ട് നമ്മുടെ നടുവിൽ. അതാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പറയും അതെന്താ ദൈവദാസരെ, മനുഷ്യനാണോ? അതെ. ആമേൻ, സ്തോത്രം. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം പഠിക്കുമ്പോൾ ബെഥാനിയിൽ യേശു കടന്നു വന്നിട്ട് മരിച്ച നാറ്റം വെച്ച് ലാസറിന്റെ കല്ലറയുടെ മുൻപിൽ 100% മനുഷ്യനായും 100% ദൈവമായും മുട്ടുമടക്കി കരഞ്ഞു, ഉറക്കെ വിളിച്ചു. അടുത്തൊരു ശബ്ദം, ലാസറെ പുറത്തു വാടാ. ഇന്ന് രാത്രി മനുഷ്യനായി അവൻ കരഞ്ഞു, മനുഷ്യനായി വിശന്നു, മനുഷ്യനായി അവൻ പ്രവർത്തിച്ചു. ദൈവത്വം അവന്റെ മേൽ തിളങ്ങി നിന്നു. 100% മനുഷ്യനും 100% ദൈവമായി ഒരുത്തരുന്ന താണഭൂമിയിൽ ഇറങ്ങി വന്നു. തന്റെ മഹിമാസനം വെടിഞ്ഞ് തന്റെ ജനത്തിന് വേണ്ടി സകലവും സമർപ്പിച്ചു കൊടുത്ത് കാൽവരി കുലമരത്തിൽ തൂങ്ങപ്പെട്ട് സകലത്തെ ഊറ്റി ഒഴിക്കുന്ന ദൈവം പറയുക, നിന്നെ ഞാൻ പുറത്തെടുക്കും. ഒരിക്കലും ഒരു മനുഷ്യനും ചിന്തിക്കാത്ത ഒരു രാത്രി കടന്നു വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി. വായിക്കാമോ? 9-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, 9-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കും. യോഹന്നാൻ 9:1 വായിച്ചാട്ടെ പെട്ടെന്ന്. യോഹന്നാൻ 9:1. സ്തോത്രം. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു? അതാണ് അവസ്ഥ. അതെ, വായിച്ചോ അഭിഷിത, വായിച്ചോ. ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. പ്രൈസ് ദി ലോർഡ്. ദൈവവൈതലേ, കണ്ടോ? കർത്താവ് പറഞ്ഞു, മനസ്സിലായോ? അവിടെ ഒരു കാര്യം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അവന്റെ കുരുട് അവന്റെ അപ്പനോ അമ്മയോ ആരെങ്കിലും പാപം ചെയ്തതാണോ? ചിലർ പറയാറുണ്ട്, നിന്റെ മക്കൾ അനുഭവിക്കുന്നത് നീ അന്ന് വഴുതിട്ട് നടന്നതാ. അല്ലെന്ന്. സ്തോത്രം. അങ്ങനെ പറയുന്നവരുണ്ട്, അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്നവരുണ്ട്. അല്ല. സ്തോത്രം. ചിലർ പറയാറുണ്ട് മുൻകർമ്മ പാപം. അപ്പൊ പണ്ട് വെള്ളം അടിച്ചുകൊണ്ട് നടന്നപ്പോൾ ഉള്ള പാപം. ആമേൻ. അങ്ങനെയുള്ള വന്നതായിരിക്കും ആ തലമുറയ്ക്ക്. സ്തോത്രം. ഷുഗർ അല്ല ഇത് ഷുഗർ ആമേൻ അല്ല പകർന്നു വരാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇത് ഫിക്സോ ഒന്നും അല്ല, ഇത് പകർന്നു വരാനുള്ള സംഭവം. ഇത് കർത്താവിന്റെ വചനമാ പറയുന്നത് ഇന്ന് രാത്രി. ആമേൻ. ഇത് ആരും പാപം ചെയ്തിട്ടല്ല മക്കൾ അനുഭവിക്കുന്നത്. പക്ഷെ ഇന്ന് രാത്രി ഇവിടെ പറയുകയാണ്, 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, അവൻ പ്രൈസ് മനുഷ്യനെ കണ്ടു. അവന്റെ അവനെ എന്ത് ചെയ്തു? ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പുറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവൻ എങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിപ്പെടുവാനത്രേ. ഇന്ന് രാത്രി വീഞ്ഞ് തീർന്നത് ആ വീട്ടിലെ ഉടമസ്ഥൻ പാപം ചെയ്തിട്ടല്ല. ലാസർ മരിച്ചത് മാർത്തയും മറിയയും പാപം ചെയ്തിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. രൂത്തിന്റെ ഭർത്താവ് മരിക്കുന്നത് അവൾ പാപം ചെയ്തിട്ടല്ല. സ്തോത്രം. അബ്രഹാമിന് മക്കൾ ഉണ്ടാകാത്തത് അവൻ പാപം ചെയ്തിട്ടല്ല. എന്തെന്നറിയാമോ? ദൈവനീതി വെളിപ്പെടണം, ദൈവപ്രവൃത്തി വെളിപ്പെടണം. നമ്മൾ ദൈവത്തെ പരീക്ഷിക്കരുത്. ദൈവനീതി അവനിൽ വെളിപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് 4-ാമത്തെ വാക്യം വായിച്ച് 4-ാമത്തെ വാക്യം അവിടെ പറയും, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്തൊരു രാത്രി വരും. കണ്ടോ?
നാലാമത്തെ വാക്യം ഒന്ന് വായിക്കാൻഡി. നാലാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞില്ലേ, ആർക്കും പ്രവർത്തിച്ചു കൂടാത്തൊരു രാത്രി വേദപുസ്തകം പറയുന്നു വരുന്നു. കണ്ടോ, നമ്മളിവിടെ സന്തോഷമായിരിക്കുമ്പോ നമ്മുടെ ഭവനത്തിന് ചുറ്റും ഇറങ്ങി നോക്കുമ്പോൾ അറിയാം വെള്ളമൊന്നുമില്ല. എന്നാൽ ഇന്നും 100ഓളം കുടുംബം ഇന്നത്തെ വാർത്തയിൽ വെള്ളത്തിനടിയിൽ എന്ന് പറഞ്ഞാൽ മണ്ണിനടിയിൽ പോയി 9 മരണം. സ്തോത്രം, ഹല്ലേലൂയ. വയനാട്, ഇടുക്കി ജില്ലയൊക്കെ പറയുമ്പോ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് ഞങ്ങളുടെ വിശ്വാസികൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളവിടെ പാർക്കുന്നു, അവരുടെ വീടുകൾ വളരെ ദുർബലമാണ്, നീ അവരെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കാൻ പറ്റുമോ ഇന്ന് രാത്രി? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കാറ്റ് വന്നാ നോയിക്കേ, ചുഴലിക്കാറ്റ് ഫ്ലൈറ്റ് പോലും താഴെ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് നിലത്ത് തട്ടിയിട്ട് അത് വേറെ ഏതോ റൂട്ടിലേക്ക് പോയ ചുഴലിക്കാറ്റ്. പ്രൈസ് ദി ലോർഡ്. അതാണ് വിദേശത്തുനിന്ന് ഫ്ലൈറ്റുകാരോ പറയുന്നത്, പാസ്റ്ററെ ഞങ്ങൾ യാത്ര തിരിച്ചു, ഒരു വാക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, ഞാൻ ഫ്ലൈറ്റിൽ കയറാൻ പോകുകയാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഹല്ലേലൂയ. ഞാനിതാ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാൻ പോകുകയാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഇന്ന സമയത്ത് അവിടെ എത്തും, ഞാൻ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയുന്ന കാര്യം അറിയാമോ? ഹല്ലേലൂയ. ഇത് എത്രയോ ഹൈ സ്പീഡിൽ ഹല്ലേലൂയ പറന്ന് നിലത്തേക്ക് പതിക്കുമ്പോൾ ഒരു ചെറിയ ഒരു മണത്തരി മാത്രം മതി കേട്ടോ സകലതും ചിന്ന ഭിന്നമാകാൻ. എന്തുകൊണ്ടെന്നറിയാമോ? ഇതിന്റെ പിന്നിൽ പ്രാർത്ഥനയുടെ വലിയൊരു വലയം ഇതിനകത്തുണ്ട്. 6-ാം തീയതി കർത്താവിന്റെ ദാസി സ്തോത്രം നമ്മുടെ ലിൻഡലിറ്റിയുടെ മാതാവ് കടന്നു പോകുകയാ. എന്തെന്നറിയാമോ പ്രാർത്ഥിക്കുന്നത്? ദൈവശക്തി അവരുടെ മേൽ വെളിപ്പെടണം, അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ ചെയ്യണം. എന്താ കാര്യമെന്നറിയാമോ? ശത്രു എവിടെയും ഏത് സമയത്തും പ്രബലനാവാൻ നോക്കിയിരിക്കുമ്പോൾ ഈ തലമുറയിൽ ദൈവത്തെ ആരാധിക്കുന്നവരെ കണ്ടുപിടിച്ച് അനുഗ്രഹിപ്പാൻ എന്റെ കർത്താവ് സർവശക്തനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഓമനസിന്റെ അനിയത്തി സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, മേഴ്സി കർത്താവിന്റെ ദുബൈയിൽ നിന്ന് കടന്നു വന്നപ്പോൾ എന്നോട് ദൈവദാസനെ പ്രാർത്ഥിക്കണേ, സ്തോത്രം, ഞാൻ യാത്ര തിരിക്കാൻ പോയാ പ്രാർത്ഥിക്കണേ. പ്രൈസ് ദി ലോർഡ്. എന്തെന്നറിയാമോ? അവിടെയും പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഇവിടെയും പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആരുടെ ഒരു വാക്ക് പ്രാർത്ഥികവാസനെ പ്രാർത്ഥിക്കണം. സന്തോഷമായി സ്തോത്രം, ഞാൻ കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇവിടെ എന്താ പറയുന്നത്? ആർക്കും പ്രവർത്തിച്ചു കൂടാത്തൊരു രാത്രി 2025 വരാൻ പോകുക. പ്രാർത്ഥിച്ചു ദൈവജനം. ശക്തമായി പ്രാർത്ഥിക്ക്. ഇതൊരു ദൂത കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രവചന ശക്തമായ ദൂത കേട്ടോ. വേദപുസ്തകം പറയുന്നു ഒരു രാത്രി വരുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കൂ ദൈവ കുഞ്ഞുങ്ങളെ, ശക്തമായി പ്രാർത്ഥിക്കൂ. ഒരു രാത്രി കിടന്നുറങ്ങി എണീറ്റപ്പോൾ കിലോമീറ്ററുകൾ പിന്നെ കാണാനില്ല. എന്നാൽ അടുത്തതാ ഒരു രാത്രി വരാൻ പോകുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. ഈ അധ്യായം ദൈവാത്മാവ് തരുമ്പോൾ ഞാനത് ശരിക്കും അങ്ങോട്ട് നോക്കിയപ്പോ എനിക്ക് തന്നെ ചിന്തിക്കാൻ കഴിയാത്ത വലിയ അത്ഭുതങ്ങളിലേക്ക് ദൈവം നടത്തി വിടുകയാ. നമുക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുക ആലോചനകൾ. സമയം തീരാറായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വായിക്കാം. 9-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യവും അതിന്റെ 35-ാമത്തെ വാക്യവും കൂടെ വായിച്ചേ. 9-ന്റെ 12-ഉം അതിന്റെ 35-ഉം വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. അവർ അവനോട് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പറഞ്ഞു. 35-ാമത്തെ വാക്യം കൂടെ. അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവമഹത്വം കാണും. ഇവിടെ നമ്മൾ വായിച്ച വാക്യം ശ്രദ്ധിച്ചോ? യേശു അവരോട് പറയുക, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ജനിക്കുന്നതിന് മുൻപേ ഞാനും. ഈ കർത്താവേ, ആമേൻ, ഇന്ന് രാത്രി ചില കുടുംബത്തിനകത്ത് ഇറങ്ങി വരാൻ പോകാൻ അത്ഭുതങ്ങളെ ചെയ്യുവാൻ. ഹല്ലേലൂയ. നിങ്ങൾ കുറിവാക്യമായിട്ട് 1-2 വാക്യം എഴുതി വെച്ചോ. പ്രൈസ് ദി ലോർഡ്. ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം. സെക്കറിയാവിന്റെ പുസ്തകം 1-5. യോഹന്നാന്റെ സുവിശേഷം പ്രൈസ് ദി ലോർഡ് 5-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം.
11-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. 8-ാമത്തെ അധ്യായം 48-ാമത്തെ വാക്യം. 7-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. ഗലാത്യർ ലേഖനം 6:10. പ്രൈസ് ദി ലോർഡ്. ഇത്രയും വേദാംശങ്ങൾ നിങ്ങൾ വായിച്ച് പ്രാർത്ഥിച്ച് ദൈവാലോചനകൾ ഏറ്റെടുക്കുക. ഇന്ന് രാത്രി ദൈവ ശബ്ദത്തിന് മുമ്പിൽ ആമേൻ. ആ ദൈവ പൈതലെ, എന്റെ കർത്താവ് നിങ്ങളെ ഇന്ന് രാത്രി പുറത്തെടുക്കുന്ന രാത്രിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മളായിരിക്കുന്ന മേഖലയിൽ പറയുക, ഞാൻ നിന്നെ മാത്രമല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ 56-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 56-ാമത്തെ വാക്യം, 8:56 ഒരാളിന് വായിക്കാമോ? പെട്ടെന്ന് വായിക്കാമോ? 8:56 ഒരാളിന് പെട്ടെന്ന് വായിക്കാമോ? ആമേൻ. വായിച്ചോളൂ. ലിറ്റിയോ അല്ലെങ്കിൽ വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്റെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ടു സന്തോഷിച്ചും ഇരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. മതി. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ച് അവൻ കണ്ടും സന്തോഷിച്ചും ഇരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. ശ്രദ്ധിച്ചു. കണ്ടും, നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോകും. ചിലതൊന്ന് രാത്രി നീ കാണും. ഇന്നലകളിൽ നിന്റെ കണ്ണിൽ മറച്ചത്, ഇന്നലകളിൽ നിന്റെ ബുദ്ധിയിൽ മറച്ചത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ തുടങ്ങും. ഹല്ലേലൂയ.